ഹരിത കേരള മിഷന്റെ സ്വപ്ന പദ്ധതിയായ വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ചെങ്ങന്നൂർ ഇരമല്ലിക്കര അയ്യപ്പ കോളേജിലെ 50 വിദ്യാർത്ഥികളാണ് പുഴയൊഴുകുവാൻ ശ്രമദാനവുമായി രംഗത്തെത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സംഘം ചേലൂർക്കടവ് പാലത്തിന് സമീപം ഒഴുക്കിന് തടസ്സമായ മുളങ്കാടുകൾ വെട്ടിനീക്കി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി മണ്ണുമാന്തി യന്ത്രത്തിന് സുഗമമായി കടന്നുപോകുവാൻ ഇതുമൂലം സാധിക്കും. മുളഞ്ചില്ലകളുടെ അരം കൊണ്ട് പലരുടെയും കൈകൾ മുറിഞ്ഞു. എന്നാൽ അതൊന്നും കൂസാക്കാതെ വരട്ടാറിന്റെ വീണ്ടെടുപ്പിനായി കുട്ടികൾ അണിനിരന്നു. വരട്ടാറിനെ കുറിച്ചൊരു സംഭവം ഞങ്ങൾ കേട്ട് തുടങ്ങിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കോളേജിലൊരു സെമിനാർ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു വരട്ടാറിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങളുടെ കോളേജിന് എന്തൊക്കെ കഴിയുമോ അത് ചെയ്യണമെന്ന് ഞങ്ങൾ അന്നേ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷേ അതിന് കൂടുതൽ തുടക്കമിട്ടത് ഈ വർഷത്തെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കുന്നതിനായി പൊതിച്ചോറുകൾ എത്തിച്ച് മാതാപിതാക്കളുടെ സംഘവും പദ്ധതിയിൽ പങ്കാളികളായി. വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെ വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യമെന്ന് അധ്യാപക പ്രതിനിധികൾ വ്യക്തമാക്കി. ജൂൺ 5 തീയതി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോളേജിൽ ഒരു സെമിനാറും ഒരു പ്രതിജ്ഞയും എടുത്തിരുന്നു. അതിൽ ഒരു ഭാഗമാണ് ഈ വരട്ടാറിൻ്റെ സംരക്ഷണം കോളേജ് ഏറ്റെടുക്കുമെന്നുള്ളത്. വരട്ടാറിനെ പഴയ പോലെ ഒഴുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായും നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളതും. അതിനോട് ദേവസ്വം ബോർഡും കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും സഹകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിനോടകം വരട്ടാർ പുനരുജ്ജീവന പദ്ധതിക്കായി പ്രാദേശിക വിഭവ സമാഹാരത്തിലൂടെ 3.5 ലക്ഷത്തിലധികം രൂപ സംഭാവന ലഭിച്ചു. മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേർ സഹായം നൽകി. അതേസമയം വരട്ടാറിന്റെ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന വഞ്ചിപ്പോട്ട് കടവിലെ ചപ്പാത്ത് തിങ്കളാഴ്ച പൊളിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.